Next topic, graphical solution of linear inequalities in two variables. അതായത് ഇപ്പം നമ്മൾ പഠിച്ചത് ഒരു വേരിയബിൾ, അതായത് എക്സ് 5x + 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3x + 5, ഇങ്ങനെ ഒരു വേരിയബിൾ, അതായത് എക്സിൻ്റെ ടേംസ് മാത്രമുള്ള ഇൻഇക്വാലിറ്റീസിൻ്റെ ഗ്രാഫ് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി രണ്ട് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരെണ്ണം എക്സ് ആണെങ്കിൽ നെക്സ്റ്റ് വൺ വൈ, അങ്ങനെ രണ്ട് വേരിയബിളുള്ള ഒരു ഇൻഇക്വാലിറ്റിയുടെ ഗ്രാഫ്. രണ്ട് വേരിയബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, ഒരു എക്സും വൈ, അതായത് 3x + 2y ഗ്രേറ്റർ ദാൻ 6, ഇങ്ങനെ ഒരു ഇൻഇക്വാലിറ്റി തരാണ്. ഈ ഇൻഇക്വാലിറ്റീനെ നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, XY പ്ലെയിനിലായിരിക്കും ഈ ഇൻഇക്വാലിറ്റിയുടെ ഗ്രാഫ് വരാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഡ്രോ ചെയ്യാന്നുള്ളത് ഈ പ്രോബ്ലത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. XY പ്ലെയിൻ വരച്ചു. നിങ്ങൾ ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഗ്രാഫ് മസ്റ്റ് ആയിട്ട് വരാറുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ സെക്കൻഡ് ഇയറിലുണ്ട്. നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ റൂളറും പെൻസിലും യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. അതുപോലെ തന്നെ ഓരോന്നും മാർക്ക് ചെയ്യുമ്പോഴും അതായത് 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് സ്കെയിൽ 1 സെൻറ്റിമീറ്റർ ആയിട്ട് തന്നെ എടുക്കാം. 1 2 3 4 x ഡാഷ് y ഡാഷ് 0 -1 -2 -3 1 2 3 4 -1 -2 -3 -4. നമുക്ക് ഈ ഒരു ഇൻഇക്വാലിറ്റിയുടെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇൻഇക്വാലിറ്റി ആവാനുള്ള കാരണം എന്തുകൊണ്ടാണ്, ഗ്രേറ്റർ ആണ്. ഇവിടെ ഗ്രേറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഇക്വാലിറ്റി ആണ്, അത് മാത്രമുള്ളത് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻഇക്വാലിറ്റിനെ ഈക്വാലിറ്റി ആയിട്ട് എഴുതും. ഈക്വാലിറ്റി ആയിട്ട് എഴുതുക എന്ന് പറയുന്നത് ഈ ഇൻഇക്വാലിറ്റി, അത് ഗ്രേറ്റർ ദാനാണോ ലെസ് ദാനോ ഏതായിക്കോട്ടെ, അതിനെ നമ്മൾ ഗ്രാഫിലോട്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ സൈനിലോട്ട് കൊണ്ടുപോകും. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന് 3x + 2y = 6 ഈക്വാലിറ്റി ആയിട്ട് എഴുതി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ച സ്റ്റെപ്പ് തന്നെയാണ്. എന്താണ്, ഇതിൻ്റെ വാല്യൂസ് അറിയണം നമുക്ക്. ഇതിന് XY പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഒരു വാല്യൂസ് എക്സിനും വൈനും കറക്റ്റ് വാല്യൂസ് തരണം. അതിനുവേണ്ടി നമ്മൾ ഒരു സിമ്പിളായിട്ട് എന്താ ചെയ്യാറ്, കുറേ പേര് ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. XY എക്സിന് 0 കൊടുക്കുമ്പോൾ, അതായത് 3x + 2y = 6 എന്ന് പറഞ്ഞാൽ ഈ ഈക്വാലിറ്റിയിൽ എക്സിന് 0 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കുന്നത്, എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും, 3 × 0 + 2y = 6. therefore 2y = 6, therefore y = 6/2 = 3. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താവും, 3 ആവും. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ വൈ 3 ആണ്. ഇനി നെക്സ്റ്റ് y 0 ആകുമ്പോൾ എന്തായിരിക്കും, 3x + 2 × 0 = 6, therefore 3x = 6, x = 6/3 = 2. അപ്പോൾ y 0 ആകുമ്പോൾ എക്സിന് 2. ഇനി എന്തിനാണ് ഇവിടെ 0 0 കൺസിഡർ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഈക്വാലിറ്റി XY പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ 2 പോയിന്റ്സെങ്കിലും വേണം. നിങ്ങൾക്കറിയാം ഗ്രാഫ് വരയ്ക്കുമ്പോൾ 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ XY പോയിന്റ്സ് അല്ലേ, അതായത് 2 3 5 6 ഇങ്ങനെയുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ XY പ്ലെയിനിൽ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള 2 വാല്യൂസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും സിമ്പിളായ ഒരു വാല്യൂ എടുത്തത് മാത്രമേ ഉള്ളൂ. എക്സിന് 0 കൊടുക്കുമ്പോൾ ആ ടൈം ക്യാൻസൽ ചെയ്തുമ്പോൾ പെട്ടെന്ന് വൈയുടെ ടൈം കിട്ടും, വൈക്ക് ഒരു വാല്യൂ കിട്ടും. ഇനി നിങ്ങൾക്ക് എക്സിന് 1 കൊടുക്കണമെങ്കിൽ 1 കൊടുക്കും. ഏത് വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് എല്ലാ പ്രോബ്ലത്തിലും ഈ 0 കൊടുക്കണമെങ്കിൽ 0 കൊടുക്കാം കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എടുത്തു, അതുപോലെ വൈക്ക് 0 കൊടുത്തപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും, എക്സ് 0 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ 2, അപ്പോൾ ഫസ്റ്റ് വാല്യൂ 0 2. സെക്കൻഡ് വാല്യൂ എക്സ്
അതായത് വൈക്ക് 0 കൊടുത്തപ്പോൾ എക്സ് 2 ആണ്. അപ്പം അതിൻ്റെ പോയിന്റ് എന്ത് പറയും? 2, 0. ഇനി അത് മാർക്ക് ചെയ്യണം നമുക്ക്. ഗ്രാഫിൽ മാർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ മാർക്ക് ചെയ്യാം? 0, 2 എക്സ് 0 എന്ന് പറയുന്നത് ഈ പോയിന്റ്. എക്സ് 0 ആകുമ്പോൾ വൈ 2 ആയിരിക്കണം. അപ്പോൾ എങ്ങനെ വരും? വൈ ആക്സിസിൽ 2, ഈ ഒരു പോയിന്റ്. അപ്പം ഇതിന് എക്സ് 0 ആയതുകൊണ്ട് തന്നെ ഈ ആക്സിസിലാണ് ഇതവിടെ മാർക്ക് ചെയ്തു. ഈ ഒരു പോയിന്റ് ആയിരിക്കും 0, 2 എന്ന് പറയുന്ന പോയിന്റ്. അതുപോലെ തന്നെ 2, 0 എക്സ് 2 ആയിരിക്കും. എക്സ് 2 എന്ന് പറയുമ്പോൾ ഏതാ? ഈ ഒരു പോയിന്റ്. വൈ 0 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ 2 എന്ന് പറഞ്ഞ പോയിന്റാണ്. സോറി, എക്സ് 0 ആയിരിക്കുമ്പോൾ വൈ 3 അല്ലേ? സോറി കേട്ടോ. അപ്പോൾ എക്സ് 0 ആയിരിക്കുമ്പോൾ വൈ 3. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. ഇനി നമുക്കത് ജോയിൻ ചെയ്യണം. ഇനി ജോയിൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഇവിടെ ഈക്വാലിറ്റി ആണ്, ഇൻഇക്വാലിറ്റി ആണ്, സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആണ്. സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആയാൽ നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഡോട്ടഡ് ലൈൻ ആയിരിക്കണം. എന്താ പറഞ്ഞത്? ഇവിടെ ഇൻഇക്വാലിറ്റിയിൽ ഈ സൈൻ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ അങ്ങനെ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആണ്. അപ്പോൾ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആകുമ്പോൾ നമ്മളിവിടെ ഈ ഗ്രാഫിൽ വരയ്ക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഇത് ജോയിൻ ചെയ്യണ ഒരു ലൈൻ, ആ ലൈൻ എങ്ങനെയായിരിക്കണം? ഡോട്ടർ ലൈൻ ആയിരിക്കണം. ഡോട്ടർ എന്ന് വെച്ചാൽ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കാറ്. പക്ഷെ ഇവിടെ ഇൻഇക്വാലിറ്റി ആയതുകൊണ്ട്, സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഡോട്ടർ ലൈനായിട്ട് വരയ്ക്കാം. നിങ്ങളൊരു സ്കെയിൽ വെച്ച് വരച്ചോളൂ കേട്ടോ, കറക്റ്റായിട്ട്. ഓക്കെ, 6 മാർക്ക് സാധാരണ രീതിയിലിടും. ഇനി ഇത് ഏതിൻ്റെ ഗ്രാഫാന്ന് അറിയാനായിട്ട് ഇതിൻ്റെ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട നെയിം ഈക്വാലിറ്റിയുടെ നെയിം. അതായത് ഈ ഗ്രാഫിൻ്റെ കൂടെ എന്ത് എഴുതണം? 3x + 2y = 6 എന്ന് എഴുതാം. അപ്പം 3x + 2y = 6ൻ്റെ ലൈനാണ് നമ്മളിവിടെ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ഏതാ? 3x + 2y > 6. അതിൻ്റെ വാല്യൂസ് എവിടെയായിരിക്കും നോക്കണം. അതിൻ്റെ വാല്യൂസ് നോക്കാനായിട്ട് നമുക്ക് നോക്കിയാൽ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫിനെ 2 റീജിയനായിട്ട് സെപ്പറേറ്റ് ചെയ്തൊക്കെ. അതായത് ഈ ഒരു ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു റീജിയൻ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് പോകുമ്പോൾ ഇത് സെക്കൻഡ് റീജിയൻ അല്ല. ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് റീജിയൻ. ഫസ്റ്റ് ഇതന്നെയാണെന്നില്ല, ജസ്റ്റ് എടുത്തത് മാത്രമേ ഉള്ളൂ. അത് 2 റീജിയനുകൾ കിട്ടും. ഒരെണ്ണം അപ്പറും ഒരെണ്ണം ലോവർ എന്നും പറഞ്ഞ് 2 റീജിയൻ കിട്ടും. ഇനി അതിൽ ഏത് റീജിയനാണ് ഈ ഇക്വേഷന് ട്രൂ ആയിട്ടുള്ളതെന്ന് നോക്കണം. അപ്പോൾ അത് നോക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു റീജിയനിലുള്ള ഒരു പോയിന്റ് എടുക്കാം. അപ്പം ഞാൻ എടുക്കുന്നത് ഈ ലൈൻ്റെ ഈ നമ്മൾ ഡ്രോ ചെയ്ത ഈ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ താഴോട്ടുള്ള ഒരു പോർഷനിൽ ഒരു പോയിന്റ് എടുത്തു. ഈ ഒരു 0, 0 എന്ന് പറഞ്ഞ ഈ ഒറിജിൻ കിടക്കുന്നത് ഈ ലൈന് ലോവർ പോർഷനല്ലേ, താഴെയല്ലേ. ഈ ലൈനിൻ്റെ ലോവർ പോർഷനിലാണ് ഈ 0, 0 കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 0, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഇൻഇക്വാലിറ്റിയിൽ നമ്മൾ പുട്ട് ചെയ്യുന്ന സമയത്ത് അത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതായത് ഞാൻ 0, 0 എന്നൊരു വാല്യൂ എടുത്തു, അത് ഇക്വേഷനിൽ കൊടുക്കണം. അതായത് എക്സിന് 0 കൊടുക്കണം, വൈക്ക് 0. അപ്പോൾ എന്ത് വരും? 3 × 0 + 2 × 0 > 6. അതായത് 3 × 0 0 + 2 × 0 0 > 6. 0 + 0 0 > 6. 0 > 6 എന്ന് പറയുന്നത് ട്രൂ ആണോ? കാണുമ്പോൾ അറിയാൻ ഫോൾസ് ആണ്. കാരണം 0 ഒരിക്കലും 6നേക്കാളും ഗ്രേറ്റർ അല്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇതൊരു ഫോൾസ് ഇക്വേഷനാണ്. ഇത് ഫോൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ ഈ ലോവർ റീജിയൻ എന്നുള്ളത്, ലോവർ റീജിയൻ ഫോൾസ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ കിടക്കുന്നത് അപ്പർ റീജിയനിലായിരിക്കും. നമ്മൾ ഈ ലൈന് താഴെയുള്ള ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പം ഞാൻ 0, 0 എടുത്തു, അത് ഇതിൻ്റെ താഴെയാണ്. ഇനി നിങ്ങൾക്ക് 0, 0 അല്ല വേറൊരു പോയിന്റ് എടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഇതേ 1, 1 ഈ പോയിന്റ് കിടക്കേണ്ടത് ഇവിടെ ഈ പോയിന്റ് വരാം. ഇതും ഈ ലൈന് താഴെയാണ്. വേണമെങ്കിൽ എക്സിനും വൈക്കും 1, 1 കൊടുക്കാം, അല്ലെങ്കിൽ 0, 1 കൊടുക്കാം, അല്ലെങ്കിൽ 1, 0 കൊടുക്കാം, ഏത് പോയിന്റും കൊടുക്കാം. ഇനി നെഗറ്റീവ് കൊടുക്കണമെങ്കിൽ -1ഉം
-1 എടുത്ത് നോക്കിയാൽ ഇതും ഇതിൻ്റെ ലോവർ കേസിലാണ് വരുന്നത്. അപ്പോൾ ഏത് വാല്യൂ കൊടുത്താലും ഈ ലാസ്റ്റ് കിട്ടുന്ന ഈ ഇൻഇക്വാലിറ്റി ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അത് ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ജസ്റ്റ് ഷെയ്ഡ് ചെയ്യാം. അപ്പം ഈ ലൈന് മുകളിലോട്ടുള്ള പോർഷനാണ് ഇതിൻ്റെ സൊല്യൂഷൻ, ഇത് ട്രൂ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഷെയ്ഡ് ചെയ്യുന്നു. നിങ്ങൾ ഷെയ്ഡ് ചെയ്തോളൂ കേട്ടോ, ഞാൻ ജസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തെന്നുള്ളൂ, അത് ഷെയ്ഡ് ചെയ്തു. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഈ മാർക്ക് ചെയ്ത പോർഷൻ. നെക്സ്റ്റ് നിങ്ങളുടെ എക്സസൈസിൽ, അതായത് 6.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. തന്നിരിക്കുന്നത് x+y < 5. ഇതൊരു ഇൻഇക്വാലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന ഇൻഇക്വാലിറ്റിനെ ഈക്വാലിറ്റി ആയിട്ട് എഴുതണം. അപ്പോൾ എന്ത് വരും? x+y = 5. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇതൊരു ഗ്രാഫിലോട്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 2 വാല്യൂസ് വേണം. അപ്പോൾ ആ വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. ആ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്താ മെത്തേഡ്? എക്സിനും വൈക്കും 0 0 കൊടുക്കുക. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 0 + y = 5. therefore y = 5. അതായത് എക്സ് 0 ആണെങ്കിൽ y 5 ആയിരിക്കും. അതുപോലെ y 0 ആണെങ്കിലോ ഇപ്പം എന്ത് വരും? x + 0 = 5. therefore x = 5. അപ്പോൾ y 0 ആണെങ്കിൽ എക്സും 5ഉം. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. ഏതൊക്കെ പോയിന്റ്സ്? 0 5ഉം 5 0ഉം. എക്സിൻ്റെ വാല്യൂ ആണല്ലോ നമ്മൾ ആദ്യം എഴുതാം. ഓക്കെ, അപ്പോൾ 2 പോയിന്റ്സ് കിട്ടി. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, 1 2 3 4 5 -1 -2 -3 -4 -5 -1 -2 -3 -4 -5 1 2 3 4 5. x dash y dash. the origin 0. ഓക്കെ, ഇനി പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് പോയിന്റ് 0 5. എക്സ് 0 ആകുമ്പോൾ y 5 ആയിരിക്കും. അപ്പം പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്. അടുത്തത് എന്താ? എക്സ് 5 ആകുമ്പോൾ y 0 ആയിരിക്കും. അപ്പം ഈ ഒരു പോയിന്റ്. 2 പോയിന്റ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ ഇൻഇക്വാലിറ്റി ചെക്ക് ചെയ്യും. ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റിയാണ്. സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മളിത് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്തായിരിക്കണം? ഡോട്ടർ ലൈൻ ആയിരിക്കണം. ഈ ലൈൻ എന്ന് പറയുന്നത് ഡോട്ടർ ലൈൻ ആയിരിക്കും. നെയിം കൊടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഈ ലൈൻ എന്ന് പറയുന്നത് ഈക്വാലിറ്റിയുടെ ഗ്രാഫാണ്. അപ്പോൾ എന്ത് വരും? x+y = 5. ഇനി ഇൻഇക്വാലിറ്റിയുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന റീജിയൻ ഏതാണെന്ന് നോക്കാം. 2 റീജിയൻ ഉണ്ട്. ഏത് റീജിയനാണെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് റീജിയൻ, അതായത് അപ്പർ റീജിയൻ ഉണ്ട്, ലോവർ റീജിയൻ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു റീജിയനുള്ള പോയിന്റ് എടുക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ അഗെയിൻ 0 0 എടുക്കുകയാണ്. 0 0 കൊടുക്കണം. അത് എക്സിനും വൈക്കും 0 0 കൊടുക്കണം. ഏതിൽ കൊടുക്കണം? ഈ 0 0 കൊടുക്കേണ്ടത് ഇൻഇക്വാലിറ്റിയിലാണ്. അപ്പോൾ എന്താ വരിക? 0 + 0 < 5. ദാറ്റ് ഈസ് = 0 < 5 അല്ലേ? 0 < 5 എന്ന് പറയുന്നത് എന്താ? 5നേക്കാളും ചെറുതാണ് 0 എന്ന്. അത് കറക്റ്റ് അല്ലേ? ഇത് ട്രൂ ആണ്. നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു പോയിന്റ് കൂടി എടുക്കാം. ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്. എന്തിനെടുക്കണം? 2 3 വേണ്ട, 1 2 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കാം. കാരണം 2 3 ചിലപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കറക്റ്റ് പോയിന്റ് നോക്കുക, അപ്പറിലാണോ ലോവറിലാണെന്ന്. 1 2 എടുക്കണം. അപ്പോൾ എക്സിൽ 1ഉം വൈയിൽ 2. അപ്പോൾ ആ പോയിന്റ് എന്ന് പറയുന്നത് ഏതാ? ഇവിടെ നിന്ന് നമ്മൾ ഡോട്ടഡ് വരച്ചു. ഇതെന്ന് വെച്ചാൽ ഇത് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു പോയിന്റ്. ഇത് ലോവർ കേസിലല്ലേ? ഓക്കെ, അപ്പോൾ 1ഉം 2 എടുത്തു. അതായത് x 1ഉം y 2 ആകുമ്പോൾ ഇത് ട്രൂ ആവുമെന്ന്. അതായത് 1 + 2 3 < 5. ഇക്വേഷൻ ട്രൂ അല്ലേ? ട്രൂ ആണ്. ഇനി വേണമെങ്കിൽ അപ്പർ കേസ് ഒരെണ്ണം എടുത്ത് നോക്കാം. അപ്പർ കേസ് എന്ന് പറയുന്നത്
5 4 എടുത്തു. അപ്പോൾ 5 4 എന്ന് പറയുന്നത് 5ഉം 4ഉം. ഇതിൻ്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. അതെന്തായാലും ഫസ്റ്റ് റീജിയനിലാണ് കിടക്കണേ. അപ്പോൾ 5 4 എന്ന് പറയുമ്പോൾ 5 + 4 9 < 5. ഇൻഇക്വാലിറ്റി ഫോൾസ് ആണ്. അപ്പോൾ എന്തായാലും അപ്പർ കേസ് അല്ല. അപ്പോൾ ട്രൂ ആയിരിക്കുന്നത് ഏത് കേസിലാണ്? ലോവർ കേസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങോട്ട് വരും? ഈ ഒരു പോയിന്റിലേക്ക് ഷെയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് 3x - 6 ≥ 0. ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഈക്വാലിറ്റി ആയിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും? 3x - 6 = 0. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് എക്സിനും വൈക്കും നമുക്ക് ഓരോ വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. ഇവിടെ എന്ത് വരും? ഇവിടെ വൈയുടെ വേരിയബിൾ ഇല്ല, എക്സിൻ്റെ വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്കിതിന് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 3x = -6ന് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 6. therefore x = ഇവിടെ 3 എന്നുള്ളത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ 6/3 = 2. അപ്പോൾ നമുക്ക് x = 2 എന്ന് പറഞ്ഞൊരു ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. എങ്ങനെയാണ് x = 2 എന്ന് പറഞ്ഞ ഗ്രാഫ്? നിങ്ങളൊരു സെക്കൻഡ് ചാപ്റ്ററിൽ റിലേഷനിൽ നമ്മൾ ഗ്രാഫ് പഠിച്ചപ്പോൾ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് പോലെയാണ് കേട്ടോ. 0 1 2 3 -1 -2 -3 y dash y x x dash -1 -2 -3 1 2 3. x = 2. അതിൻ്റെ മീനിങ് വൈക്ക് ഏത് വാല്യൂവിന് എക്സിൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം വൈ ചേഞ്ച് ചെയ്താലും എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കണം? വൈ ആക്സിസിന് പാരലായിട്ട് എക്സിൻ്റെ വാല്യൂ എല്ലാം ഇപ്പോഴും 2 ആയിരിക്കും. അപ്പോൾ വൈ ആക്സിസിന് പാരലായിട്ട് 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ എക്സ് ആക്സിസിലോട്ട് വരയ്ക്കാം. എക്സ് ആക്സിസിന് ഓക്കെ. ഈ ഒരു പോയിന്റാണ് ഏത്? x = 2 എന്ന് പറഞ്ഞ ഗ്രാഫ്. x = 2. ഓക്കെ, ഒരു കാര്യം കൂടി പറയാൻ മറന്നു. ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രേറ്റർ ദാനും ലെസ് ദാനും. അതായത് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഡോട്ടർ ലൈൻ യൂസ് ചെയ്തു. ഇനി ഇവിടെ നോക്കിയേ സ്ലാക്ക് ഇൻഇക്വാലിറ്റി ആണ്. സ്ലാക്ക് എന്ന് വെച്ചാൽ ഒരു ഈക്വൽ ടു സൈൻ കൂടി വന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അങ്ങനെയുള്ള ഇൻഇക്വാലിറ്റി ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് അല്ലെങ്കിൽ പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം. അതായത് ഡാർക്കൺ ലൈൻ, ഡോട്ടർ ലൈൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ഡ്രോ ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ മതി. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത്, ഇപ്പോൾ ഗ്രാഫ് വരച്ചു. ഇനി നമുക്ക് ഏത് റീജിയനാണ് ഈ ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷനായിട്ട് വരണതെന്ന്. ഇവിടെ 2 റീജിയനാണ് വരുന്നത്. നമ്മൾ നേരത്തെ നമുക്ക് XY കൂടെ പാസ് ചെയ്യണ ഒരു ലൈനായിരുന്നു അല്ലേ? ഇങ്ങനെ ഒരു സ്ലോപ്പ് ഉണ്ടായ ഒരു ലൈനായിരുന്നു. ഇവിടെ നമുക്കൊരു സ്ട്രേറ്റ് ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് ഇതൊരു റീജിയനും ഇതൊരു റീജിയനായിരിക്കും. റൈറ്റ് സൈഡിലേക്ക് ഒരു റീജിയൻ, അതായത് 2-നേക്കാളും ഗ്രേറ്റർ വാല്യൂസ് ഉള്ള ഒരു റീജിയനും 2-നേക്കാളും ലെസ് വാല്യൂസ് ഉള്ള ഒരു റീജിയനും വരും. അപ്പം നമ്മൾ ഏത് റീജിയനാണ് ഇതിൻ്റെ വാല്യൂ പോസിബിൾ ആവണതെന്ന് ഈ ഇൻഇക്വാലിറ്റിയിൽ നമുക്ക് നോക്കണം. അതിനായിട്ട് നമ്മളൊരു ഞാനിതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളൊരു ചെറിയൊരു വാല്യൂ എന്ന് പറയുന്നത് 0 0 ആണ്. സിമ്പിൾ വാല്യൂ എന്ന് പറയുന്നത് അത് ഞാൻ ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ കൊടുക്കുകയാണ്. അതായത് ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈയുടെ വാല്യൂ കൊടുക്കണം, എക്സിൻ്റെ വാല്യൂ മാത്രം കൊടുത്താൽ മതി. 0. അപ്പോൾ നമുക്ക് എക്സ് ആയതുകൊണ്ട് വേറൊരു വാല്യൂ കൊടുക്കാം. -2 കൊടുത്തു. -2 കൊടുക്കുമ്പോൾ എന്തുണ്ടാവാം? 3 × -2 -6 ≥ 0. ഇത് വരും 3 × -2 -6 -6 ≥ 0 -12 ≥ 0. ഇതിൻ്റെ മീനിങ് എന്താ? -12 ≥ 0 എന്ന് പറഞ്ഞാൽ -2 എന്ന് പറഞ്ഞ പോയിന്റ് 0-നേക്കാളും ഗ്രേറ്റർ ആണെന്ന്, അല്ലെങ്കിൽ ഈക്വൽ ടു ആണെന്ന്. -2 0-നേക്കാളും ഗ്രേറ്റർ ആണോ? അല്ല. ഇതെന്ന് പറയുന്നത് ഫോൾസ് ആണ് അല്ലേ? ഫോൾസ് ആണ്.
അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ചെക്ക് ചെയ്താൽ മതി, ഒരുപാട് പോയിന്റ് ചെക്ക് ചെയ്യണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് കൂടി ഇട്ട് നോക്കാം. +1 കൊടുക്കാം. +1ഉം ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് അല്ലേ, 1 കൊടുത്തു. ഇനി 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? 3 × 1 - 6 = (0). 3 - 6 > (0). -3. 3 - 6 എന്ന് പറഞ്ഞാൽ -3 > (0). -3 0നേക്കാളും ഗ്രേറ്റർ ആണോ? അല്ല, ലെസ് ആണ് ഒബിയസ്ലി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു പോർഷൻ ഈ ഇൻഇക്വാലിറ്റി ഫോൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് റീജിയൻ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള റീജിയൻ ഫോൾസ് ആണ്. അപ്പോൾ ട്രൂ റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? റൈറ്റിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ റീജിയൻ. അപ്പോൾ ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, y <2. ഇവിടെ y എന്നാണ് വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഫസ്റ്റിന് നമ്മളിതിനെ ഈക്വാലിറ്റി ആയിട്ട് എഴുതാം. y = 2. ഈക്വാലിറ്റി ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? y = 2. ഇനി അവിടെ വേറെ സൊല്യൂഷനൊന്നും കൊടുക്കാൻ, വേറെ വാല്യൂസ് ഒന്നും കൊടുക്കാനില്ല. നമുക്ക് y = 2ൻ്റെ ഒരു ഗ്രാഫ് മാത്രം വരച്ചാൽ മതി. ഇതൊരു കോൺസ്റ്റന്റ് ഗ്രാഫാണ്. 1 2 3 0 -1 -2 1 2 3 -1 -2 x dash y dash. ഓക്കെ, ഇനി y = 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? വൈയുടെ വാല്യൂ എല്ലായ്പ്പോഴും 2 എന്നാണ് വാല്യൂവിൽ മാത്രമേ നിൽക്കുള്ളൂ. വൈയുടെ വാല്യൂവിന് വേറെ ചേഞ്ചസ് വരില്ല. പക്ഷേ എക്സിൻ്റെ വാല്യൂസ് ചേഞ്ച് ആവാം. അതായത് x0 ആണെങ്കിലും y 2 ആയിരിക്കും, x1 ആണെങ്കിലും y 2 ആയിരിക്കും, x -3 ആണെങ്കിലും വൈയുടെ വാല്യൂ 2 ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയാൽ ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ഡോട്ടർ ലൈൻ. അതായത് y = 2 എന്ന് പറഞ്ഞ ഗ്രാഫ് ഡോട്ടർ ലൈൻ ആയിട്ട് വരയ്ക്കണം. y = 2 എന്ന് പറഞ്ഞ ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കാം. എഴുതുമ്പോൾ y = 2 എന്ന് എഴുതാം ഗ്രാഫിൻ്റെ മുകളിൽ. ഓക്കെ, ഇപ്പം ഇതിന് 2 റീജിയൻ ഉണ്ട്. ഇത് മുകളിലോട്ട് ഒരു റീജിയൻ വന്നു, ഇതിന് താഴെ 2ന് താഴെയുള്ളതിന് ഒരു റീജിയൻ വന്നു. ഇനി ഇതിൽ ഏത് റീജിയനാണ് ട്രൂ എന്ന് നോക്കാം. ഇപ്പോൾ y <2 എന്ന് പറഞ്ഞൊരു വേരിയബിൾ മാത്രമേ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. വൈയുടെ മുകളിലുള്ള ഒരു റീജിയൻ ഞാൻ എടുത്തു. 3 എന്ന് പറയുന്നത് 2ന് മുകളിലുള്ള റീജിയൻ ആണല്ലോ. 3 <2. 3 <2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 3 2നേക്കാളും ചെറുതാണെന്ന്. അത് ട്രൂ ആണോ? അല്ല, ഫോൾസ് ആണ്. ഓക്കെ, ഇനി വേറൊരു വേരിയബിൾ എടുത്തു, താഴോട്ടുള്ളത് 0 <2. കറക്റ്റ് അല്ലേ? 0 <2 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറയുന്നത് 2നേക്കാളും സ്മോളസ്റ്റ് നമ്പറാണ്, ചെറിയ നമ്പറാണ്. ഇത് ട്രൂ ആണ്. അപ്പോൾ ഇവിടേക്ക് എങ്ങോട്ടായിരിക്കും നമ്മൾ ഷെയ്ഡ് ചെയ്യുക? താഴോട്ടുള്ള പോർഷനാണ് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മളൊരു 3-4 പ്രോബ്ലം ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റീജിയൻ ഫൈൻഡ് ചെയ്യാനും പഠിച്ചു. ഇനി ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് പഠിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3x + 2y > 6 എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വന്നപ്പോൾ ഈ ഒരു ഫോമിലാണ് ഗ്രാഫ് വന്നത്. ഒരു ഡോട്ടർ ലൈൻ ആയിരുന്നു. ഈ ഒരു പോർഷനാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തത്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ x + y < 5 ആയിരുന്നു. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫ് വരച്ചു. അതിൻ്റെ റീജിയൻ വന്നത് താഴോട്ടായിരുന്നു അല്ലേ. പിന്നെ ഇപ്പം നമ്മൾ കണ്ട ഈ 2 ക്വസ്റ്റ്യനിലും 3x - 6 > 0 എന്ന് വന്നപ്പോഴും അതിൻ്റെ റീജിയൻ എങ്ങോട്ടായിരിക്കും? ഇത് കൂടുതൽ വാല്യൂസ് ഉള്ളിടത്താണ് നമ്മൾ റീജിയൻ എടുത്തത്. ഇനി y < 2ൻ്റെ റീജിയൻ എടുത്തപ്പോൾ താഴോട്ടാണ്. അപ്പം ഇതിൽ 4 കൂടി നമ്മളൊന്ന് കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ ഇൻഇക്വാലിറ്റി ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ, ഇൻഇക്വാലിറ്റി ഗ്രേറ്ററിൻ്റെ സിമ്പിൾ ആണെങ്കിൽ ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻ മുകളിലോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. വലിയ വാല്യൂസ് വരുന്നിടത്തേക്കാണ് നമ്മൾ ഷെയ്ഡിങ് പോവുക. ഇവിടെ ഇൻഇക്വാലിറ്റി ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ ഷെയ്ഡിങ് പോകുന്നത് എങ്ങോട്ടാ? ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഷെയ്ഡിങ് മുകളിലോട്ട് വലിയ വാല്യൂസ് കൊടുത്ത്,
അതുപോലെ തന്നെ ഇവിടെ എക്സ് ഈക്വൽ ടു 2ൻ്റെ ഒരു ഗ്രാഫ് വരച്ചോട് ഇവിടെ ഗ്രേറ്റർ ആയിരുന്നു. അപ്പോൾ 2 കഴിഞ്ഞിട്ടുള്ള വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 3, 4 അങ്ങോട്ടേക്കാണ് ഷെയ്ഡിങ് വന്നത്. അപ്പോൾ ഗ്രേറ്റർ ആകുമ്പോൾ വലിയ വാല്യൂസ്, ഇത് ലാർജർ വാല്യൂസിൻ്റെ അവിടേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്യും. ഇനി ലെസ് ദാൻ ആണെങ്കിലോ, ലെസ് ദാൻ നോക്കിയേ, ഇവിടെ ലെസ് ദാൻ ആണ്. അപ്പോൾ 2 ലെസ് ദാൻ എന്ന് പറയുമ്പോൾ 2നേക്കാളും സ്മോളസ്റ്റ് വാല്യൂസിൻ്റെ അവിടേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അതുപോലെ എക്സ് പ്ലസ് 5 ലെസ് ദാൻ 5 എന്ന് പറഞ്ഞപ്പോഴും സ്മോളസ്റ്റ് വാല്യൂസിൻ്റെ അവിടേക്കായിരുന്നു ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രിക്കാണ്. ചില കേസുകളിൽ, അതായത് ഇവിടെ ഈ ഇൻഇക്വാലിറ്റി കഴിഞ്ഞിട്ടുള്ള നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമാണ് ഇത് ട്രൂ ആവുള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ എല്ലായ്പ്പോഴും ട്രൂ ആവുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് വരുന്ന മിക്ക കേസുകളിൽ ഇത് ട്രൂ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ ഒരു ട്രിക്കായിട്ട് എടുത്തോളൂ. ഇവിടെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അപ്പർ കേസിലാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത്. ലെസ് ദാൻ ആണെങ്കിൽ ലോവർ കേസിലാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അതൊരു ട്രിക്ക് മാത്രമാണ്. നമ്മൾ വാല്യൂസ് കൊടുത്തിട്ടാണ് കറക്റ്റായിട്ട് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്, ഷെയ്ഡിങ് മാർക്ക് ചെയ്യുക. അതാണ് കറക്റ്റ് മെത്തേഡ്. നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ക്ലിയർ അല്ലെങ്കിൽ ഒരു ചെറിയ ട്രിക്കാണത്. ഗ്രേറ്റർ ആണെങ്കിൽ അപ്പർ, ലോവർ ആണെങ്കിൽ ലെസ് ആണെങ്കിൽ ലോവർ റീച്ച്.